സൈബർ ക്രൈം ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നമ്മുടെ ഉത്തർപ്രദേശാണ്. ഏകദേശം 2 ലക്ഷം കേസുകളാണ് സൈബർ ക്രൈമിൽ കഴിഞ്ഞ വർഷം അവിടെ രജിസ്റ്റർ ചെയ്തത്. തൊട്ടടുത്ത് 2-ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. അവിടെ 1.25 ലക്ഷം കേസുകളാണ് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തത്. 3-ാം സ്ഥാനത്ത് ഗുജറാത്ത്, അത് 1,21,000 കേസുകളാണ് ഗുജറാത്തിൽ രജിസ്റ്റർ ചെയ്തത്. നമ്മൾ പലപ്പോഴും പല കേസുകളുടെ കാര്യത്തിലും, അതായത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, ഇതിലൊക്കെ കേരളത്തിൽ കുറേയധികം കേസുകളുണ്ട്, ക്രൈം റേറ്റ് കൂടുതലാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ഇവിടെ അല്ല, ഉത്തർപ്രദേശിലാണ് അത് കൂടുതൽ. പക്ഷെ അവിടെ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്യാറില്ല, അവിടെയുള്ളവർക്ക് വിവരമില്ല, കേസ് രജിസ്റ്റർ ചെയ്യാറില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ കേസും രജിസ്റ്റർ ചെയ്യും, അതുകൊണ്ട് ഇവിടെ ക്രൈം റേറ്റ് കൂടുതലാണെന്നും കൂടുതൽ കേസുണ്ടെന്നൊക്കെ തോന്നുന്നത്. പക്ഷേ സൈബർ ക്രൈമുകൾ ഏറ്റവും അധികം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ടാണല്ലോ ഉത്തർപ്രദേശ് 2 ലക്ഷത്തോളം സൈബർ ക്രൈം കേസുകൾ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ ഉത്തർപ്രദേശ് 1-ാം സ്ഥാനത്താണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവിടെ കേസുണ്ടായാൽ അത് രജിസ്റ്റർ ചെയ്യും, പോലീസ് അന്വേഷിക്കും എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണിത്. കേരളത്തിൽ മാത്രമല്ല ഈ കേസ് ഏറ്റവും അധികം രജിസ്റ്റർ ചെയ്യുന്നത്, ഉത്തർപ്രദേശിലും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ ബോംബെ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആണെന്നറിയാമല്ലോ, അതുപോലെ ഹോളിവുഡും എല്ലാവിധ അധോലോകവും ഒക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ തീർച്ചയായിട്ടും സൈബർ ക്രൈമുകൾ അതുപോലെയുള്ള ക്രൈമുകളൊക്കെ അവിടെ കൂടുതലാണ്. അപ്പോൾ അവിടെ 1.25 ലക്ഷം കേസുകളെ അവിടെ മഹാരാഷ്ട്രയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനേക്കാളും കൂടുതൽ 2 ലക്ഷത്തിനടുത്ത് ഉത്തർപ്രദേശ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം അടുത്ത കാലത്ത് ഉത്തർപ്രദേശ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ മുൻപന്തിയിലാണ്. എന്ത് അക്രമം ഉണ്ടായാലും ഏത് കാര്യം ഉണ്ടായാലും അവിടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, കേസുകൾ അന്വേഷിക്കുന്നു, നിയമപരമായ നടപടികൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കാം. ഈ സൈബർ ക്രൈമുകൾ ഏതൊക്കെ തരത്തിലാണ് ഉണ്ടാവുന്നത്? അടുത്ത കാലത്തുണ്ടായ ചില കേസുകൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ അടുത്തിടെ നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ഒരു വ്യാപാരിക്ക് ഏകദേശം 6 കോടി രൂപയോളം നഷ്ടമായി ഈ സൈബർ ക്രൈം പരിപാടിയിൽ. അദ്ദേഹം ചെയ്തത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമായി. ആ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ പേര് ഈ ഗോൾഡ്മാൻ സാക്സ് ബിസിനസ് സ്കൂൾ എന്നും അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ആ ഒരു ഗോൾഡ്മാൻ സാക്സ് ഒരു ഫിനാൻഷ്യൽ ഇതാണ്, അപ്പം ഒരു കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഗോൾഡ്മാൻ സാക്സ് ബിസിനസ് സ്കൂളിൽ അംഗമായി. വാട്സാപ്പ് ഗ്രൂപ്പാണ്. അതിന് ശേഷം അതിൽ ഉള്ള ഒരു പോർട്ടലിലേക്ക് ഈ സ്റ്റോക്ക് വാങ്ങിക്കാൻ വേണ്ടി, അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞാൽ IPO, അതിൻ്റെ ഒരു നേരത്തെ വാങ്ങിക്കാൻ വേണ്ടി വല്ല പ്രീ ബുക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ പൈസ കൊടുത്തത്. 6 കോടി രൂപയോളമാണ് ആ മനുഷ്യന് അങ്ങനെ നഷ്ടമായത്. അതുപോലെ വേറൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ഈ ഹൈദരാബാദിൻ്റെ തന്നെയുള്ള വേറൊരു പുള്ളിക്ക് 1 കോടിയിലധികം രൂപ നഷ്ടമായി. പുള്ളി ജോയിൻ ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന വേറൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് അതിലും ഇങ്ങനെ IPOയ്ക്ക് വേണ്ടിയിട്ട്, അതായത് നേരത്തെ സ്റ്റോക്ക് പുതുതായിട്ട് ലിസ്റ്റ് ചെയ്യുന്ന കമ്പനികളുടെ ഷെയർ വരുന്നതിന് മുമ്പ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പൈസ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വാട്സാപ്പിൽ കൂടെയുള്ള പല ഗ്രൂപ്പുകളിലും ജോയിൻ ചെയ്ത് അതിൽ കൂടി ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പൈസ ഇപ്പോഴും വിവരമുള്ളവർ, അറിയാവുന്നവർ പൈസ കളയുന്നുണ്ട്. അങ്ങനെ ഉള്ള സൈബർ ക്രൈമുകൾ പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ചണ്ഡീഗറിൽ 2 ആഴ്ച മുമ്പ് പ്രായമായ ഒരു വീട്ടിലെ ഗൃഹനാഥരെ ഏകദേശം 75 ലക്ഷം രൂപയാണ് തട്ടിച്ചത്. അത് ഒരു സൗദി അറേബ്യയിൽ നിന്നുള്ള ഒരാളും ബീഹാറിൽ നിന്നുള്ള ഒരാളും കൂടെയാണ് തട്ടിച്ചത്. അവരുടെ കാനഡയിലെ ഒരു ബന്ധുവുണ്ട്, ആ ബന്ധു ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടാണ് ഇത്രയും പൈസ പലതവണയായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് പോയി. അതുപോലെ ഡൽഹിയിലും ഇതുപോലെ ഗുർഗാവണിനടുത്തുള്ള ഒരു കക്ഷികളെ ഇതുപോലെ ജാർഖണ്ഡിൽ നിന്നുള്ള 2 പേര് സൈബർ ക്രൈം ഇതിൽ ഓൺലൈനിൽ കൂടെ ഫോണൊക്കെ വിളിച്ച്, അതായത് ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഫേക്ക് ഐഡൻറ്റിറ്റിയിൽ ഇങ്ങനെ വിളിച്ചിട്ട് പൈസ വാങ്ങിക്കുന്ന പരിപാടിയാണ് ആ ഒരു ഇടപാടിൽ കൂടെ നഷ്ടമാവുന്നത്. പക്ഷെ പൈസ പോയി കഴിഞ്ഞാൽ പോയി, കുറച്ച് കഴിയുമ്പോഴാണല്ലോ മനസ്സിലാവുന്നത് ഇത് തട്ടിപ്പാണ് എന്നുള്ളത്. അങ്ങനെ തട്ടിപ്പുകൾ പല വിധത്തിലുണ്ട്. ATM ഫ്രോഡുകൾ, ഐഡൻറ്റിറ്റി തെഫ്റ്റുകൾ, അതുപോലെ സൈബർ ബുള്ളിയിങ്, സൈബർ സ്റ്റോക്കിങ് എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിലുള്ള തട്ടിപ്പുകളുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രണയ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി
അമേരിക്കയിലുള്ള ആളാണ്, അല്ലെ കാനഡയിലുള്ള ആളാണ്, അല്ലെ അങ്ങനെ എവിടെയെങ്കിലും വലിയ ജോലിയുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സൈബർ ഇടത്തിൽ കൂടി പരിചയപ്പെട്ട് ബന്ധം സ്ഥാപിച്ച് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ വശത്താക്കുന്ന തട്ടിപ്പുകൾ, പ്രണയ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള തട്ടിപ്പുകൾ സൈബർ അതായത് ഓൺലൈനിൽ കൂടി നടക്കുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ കൂടെയും വാട്സാപ്പിൽ കൂടെയും ഫോൺ വിളിച്ചും ഒക്കെ ചിലർ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടോ ഒക്കെ ഉള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഈ തട്ടിപ്പുകൾ നടക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അത് പെടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പോലീസും ഒക്കെ പലപ്പോഴും അതിൻ്റെ ഒരു ജാഗ്രത എന്തൊക്കെ പാലിക്കണം എന്നൊക്കെ അവരുടെ വെബ്സൈറ്റിൽ കൂടെ അറിയിക്കുന്നുണ്ട്, ബോധവൽക്കരണ ക്ലാസ്സുകളിൽ കൂടെ അറിയിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആണെങ്കിൽ നമ്മുടെ ലൈസൻസ് ഉള്ള സ്റ്റോക്ക് ബ്രോക്കറിൽ കൂടെ അല്ലാതെ പൈസ കൈമാറരുത്, ഷെയർ വാങ്ങിക്കരുത് എന്നുള്ളതാണ് ഒരു ജാഗ്രത കാണിക്കാൻ പറ്റുന്നത്. അതുപോലെ ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ അല്ലാതെ പൈസ മാറത്തില്ല. പിന്നെ ഒരു വിവരം അറിയാത്ത ഒരാളുകളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പരിചയമില്ലാത്ത ആളുകളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കാതിരിക്കാമല്ലോ നമുക്ക്. അതുപോലെ ഫേക്ക് ഐഡൻറ്റിറ്റി ആയിരിക്കാം പലപ്പോഴും നമ്മൾക്ക് പല മെസ്സേജുകളും വരുന്നതെന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പെടത്തില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് മുൻകരുതൽ എടുക്കാൻ ഇഷ്ടംപോലെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അടുത്ത കാലത്ത് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ അവരൊരു ജോയിൻറ്റ് സൈബർ ക്രൈം ടീമുകളെ 7 സൈബർ ക്രൈം ഹോട്ട്സ്പോട്ടുകളിൽ നിയോഗിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും അധികം സൈബർ ക്രൈംസ് നടക്കുന്ന ടൗണുകളും പ്രദേശങ്ങളും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ഹോട്ട്സ്പോട്ട് എന്ന് നാമകരണം ചെയ്തിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ജോയിൻറ്റ് കോർഡിനേഷൻ ടീമിനെ, സൈബർ ക്രൈം കോർഡിനേഷൻ ടീമിനെ ഈ ഹോട്ട്സ്പോട്ടുകൾ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ 1930 എന്നുള്ള നാഷണൽ സൈബർ ക്രൈം പോർട്ടലുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈബർ ക്രൈമിൽ പെട്ടു എങ്കിൽ, ഏത് വിധത്തില പ്രണയ തട്ടിപ്പായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ഈ 1930 എന്നുള്ള ഈ നമ്പറിൽ വിളിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അത് ഗവൺമെൻറ് ഇവിടെ തുടങ്ങിയിരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ഓൺലൈൻ അല്ലെ സൈബർ ക്രൈമിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പോർട്ടൽ തുടങ്ങിയിരിക്കുന്നത്. 1930 അതിൽ വിളിച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അല്ലെ എൻക്വയറിയുടെ ഒരു പ്രോഗ്രസ് എങ്ങനെയാണെന്നുള്ള മോണിറ്റർ ചെയ്യാനും പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ഉണ്ട്. അതിലേക്ക് നമുക്ക് പരാതി പോലെ അതിലേക്ക് റെക്കോർഡ് ചെയ്യാം. അതിപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ സൈബർ ക്രൈം ഏജൻസികൾ അവരത് എവിടെയാണ് നടന്ന ആ സ്റ്റേറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർ അന്വേഷിച്ചോളും. പിന്നെ ഓരോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അല്ലെ സൈബർ ക്രൈം സെല്ലുകളുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലും അതിന് പരിശീലനം ലഭിച്ചവരുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പരാതികൾ നൽകാം. പിന്നെ ബാങ്ക് ഫ്രോഡുകളൊക്കെ ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഉടനെ തന്നെ മരവിപ്പിക്കുക. അത് നമ്മുടെ സൈറ്റിൽ, ബാങ്കിൻ്റെ സൈറ്റിൽ പോയോ അല്ലെങ്കിൽ അടുത്തുള്ള ബ്രാഞ്ചിൽ പോയോ ഒക്കെ അത് ഇമ്മീഡിയറ്റ്ലി മരവിപ്പിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ നമ്മൾ പെട്ടതിന് ശേഷം ഇനി എന്ത് ചെയ്യും എന്നുള്ളത് അറിയുന്നതിനേക്കാളും നമ്മൾ അറിയേണ്ടത് പെടാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ, അതായത് ഈ സൈബർ ക്രൈമിൽ പെടാതിരിക്കാൻ വേണ്ടി, അതിൻ്റെ ഒരു വിക്ടിം ആകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ആണ് മുൻകരുതൽ എടുക്കേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ ഈ ആലോചിച്ച് സൈബർ ക്രൈമുകളിൽ പെടാതിരിക്കുക. നമ്മൾ ഉത്തർപ്രദേശാണ് കഴിഞ്ഞ വർഷം 1ാം സ്ഥാനത്തെങ്കിലും നമ്മുടെ കേരളവും സൈബർ ക്രൈമിൻ്റെ കാര്യത്തിൽ വളരെ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പലവിധ തട്ടിപ്പുകൾ, നമ്മൾ കേൾക്കാത്ത വിധത്തിലുള്ള തട്ടിപ്പുകൾ. കാരണം മറ്റു പല തട്ടിപ്പുകളും കേരളത്തിൽ കുറേയധികം നടക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് പലപ്പോഴും ചതിക്കുഴികളിൽ വീഴാനും, അത് സൈബർ ക്രൈം എല്ലാ ചതിക്കുഴികളിൽ വീഴാനുള്ള സാധ്യത കേരളത്തിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് സൂക്ഷിക്കാം.